നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓൾറെഡി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ നോ കോണ്ടാക്ട് ഇപ്പോൾ മാറി വരുന്ന അല്ലെങ്കിൽ അതിലേക്കൊരു ഡോർ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് വെരി നിയർ. ഇറ്റ്സ് വെരി നിയർ ടു യു. ഓക്കെ. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് വളരെ അട്രാക്റ്റഡ് ആണ്, വളരെ കെയറിങ് കണക്ഷൻസ് ആണ്, വളരെ ഡീപ്പ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ആണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനോ ഒന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ലായിരിക്കണം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അതിനുള്ള ആക്ഷൻസ് ആ വ്യക്തി എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലരിലും ഒരു പലതരത്തിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ ഓവർ ആങ്ഷ്യസ് ആയിട്ട് കാണുന്നു. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ പിണക്കങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ അവരുടെ പിണക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം പോലും ഇല്ലായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രെയർ ചെയ്യുക. അതെ, നിങ്ങൾക്കൊരു ടെമ്പിൾ പാത്ത് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. പലരും അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിന് ഒത്തിരി ശാന്തത വരുത്തേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങൾ ആങ്ഷ്യസ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നീണ്ടുപോകുന്ന ഒരു കാര്യം അല്ല. തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആർക്കേഞ്ചൽ സാമുവൽ ആൻഡ് ആർക്കേഞ്ചൽ ആൻഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് കാർഡൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഒത്തിരി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കുറവാണ് എങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ സക്സസ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിൽ പലരും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. 3 എന്നുള്ളൊരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 333 അല്ലെങ്കിൽ 33 എന്നുള്ള നമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ആങ്ഷ്യസ് ആവണ്ട എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. അതുപോലെ തന്നെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കിടയിലുള്ളത്. വളരെ കമ്മിറ്റഡ് ആണ്. ആ പേഴ്സൺ നിങ്ങളോട് വളരെ കമ്മിറ്റഡ് ആണ്. നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി. ഈ ഒരു റിലേഷൻഷിപ്പിൽ പലർക്കും ട്വിൻ ഫ്ലെയിം എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ലൈഫിൽ അത്തരം എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പരസ്പരം നിങ്ങൾക്ക് മിസ് ആവുന്നുണ്ടായിരിക്കാം. ആൻഡ് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ. നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചെറിയ ഭയം നിങ്ങളിൽ ആർക്കോ ഒരാൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ചെറിയ ചില ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചെറിയ ഇഷ്യൂസോ കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാനുള്ള ചെറിയ ഭയങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ
കറക്റ്റായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ പോലും നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കാര്യങ്ങളും തുറന്ന് സംസാരിക്കാത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാസ്റ്റർ കാർഡ് ഇൻ യാങ് എനർജിയാണ്. അതായത് ഒരു എനർജി ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മേ ബി ആ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഫാമിലി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യണോ അങ്ങനെ ഒരു ഓപ്ഷണലായിട്ട് നിങ്ങളെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എല്ലാ പേർക്കും അല്ല, വളരെ കുറച്ച് പേർക്കാണ് അങ്ങനൊരു റീഡിങ് അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈഫ് ചേഞ്ച് ഉണ്ടാക്കേണ്ടത് എന്നും ആ വ്യക്തിക്ക് അറിയില്ല. ഈ ഒരു ഡിസിഷൻ എന്തെടുക്കണമെന്ന് അറിയാൻ കഴിയാണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ വ്യക്തി കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഇംബാലൻസിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഓക്കെ. പലപ്പോഴും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് റിയൽ ആയിട്ടുള്ള ലവ് ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുക അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വേദന തരാനല്ലാതെ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനല്ലാതെ മറ്റൊന്നിനും ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ എത്രമാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് തന്നെ വിട്ടുപോകാൻ ആ വ്യക്തി പലതവണ തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഫാമിലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ അത് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. പലർക്കും ഇതൊരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുള്ളൂ. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്.